എസ് യു എൽ എന്താണ് ബ്ലോഗ് ഇത്ര ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ നമ്മുടെ കണ്ടൻറ്റ് ഫ്രഷ്നെസ് എന്നൊരു ടേം ഉണ്ട്. ആ ഒരു ഫ്രഷ്നെസ് നമ്മുടെ വെബ്സൈറ്റിൽ എപ്പോഴും കണ്ടൻറ്റ് ഫ്രഷ് ആയിരിക്കണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതിന് മുമ്പ്. നമ്മളിപ്പോൾ ഒരു ടാർഗറ്റിംഗ് പേജ് എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിലൊരു കണ്ടൻറ്റ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്നൊന്നും അത് ഒരിക്കലും റീപ്ലേസ് ചെയ്യില്ല. കാരണം ഒരു 3 to 4 മന്ത് ആ ഒരു കണ്ടൻറ്റിൽ തന്നെ നമ്മൾ നിൽക്കും. അതിനുശേഷം മാത്രമേ ടാർഗറ്റിംഗ് പേജിലെ കണ്ടൻറ്റ് ചേഞ്ച് ആക്കുകയുള്ളൂ. സോ നമുക്ക് അത്രയും ടൈം നമ്മുടെ വെബ്സൈറ്റിൽ ആ ഒരു സെയിം കണ്ടൻറ്റ് വെച്ച് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. സോ നമ്മൾ എന്ത് ചെയ്യും, അപ്പോൾ ബ്ലോഗ്സ് ആഡ് ചെയ്യും. ഒരു ബ്ലോഗ് സെഷൻ നമ്മുടെ വെബ്സൈറ്റിൽ ആഡ് ചെയ്യും. അങ്ങനെ ആ ഒരു കണ്ടൻറ്റ് ഫ്രഷ്നെസ് നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ആക്കിക്കൊണ്ടേയിരിക്കും ഈ ഒരു ബ്ലോഗ് ത്രൂ. ഓക്കെ, അതിന് നമ്മുടെ ബ്ലോഗ് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മുടെ വെബ്സൈറ്റിലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടൻറ്റ് അപ്ഡേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ബ്ലോഗ്, ആ ഒരു ബ്ലോഗിൻ്റെ സെഷൻ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ബ്ലോഗ്സ് ത്രൂ നമുക്ക് ഒരുപാട് കണ്ടൻറ്റ്സ് നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇൻറ്റേർണൽ ലിങ്കിങ് നടക്കും. ഇൻറ്റേർണൽ ലിങ്ക് എന്താണെന്ന് നമ്മൾ ഇതുവരെ ഈ ഒരു സീരീസിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ കമ്മിങ് ഡേയ്സിൽ നമ്മൾ ഇൻറ്റേർണൽ ലിങ്ക് എന്താണെന്ന് പറയും. പക്ഷേ ഈ ഒരു ടേം നിങ്ങളിപ്പോൾ മൈൻഡിൽ വെച്ചാൽ മതി. നമുക്ക് ഇൻറ്റേർണൽ ലിങ്ക് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. ആ ഒരു ഇൻറ്റേർണൽ ലിങ്ക് ചെയ്ത് വെക്കുന്നത് ത്രൂ എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ലാൻഡിങ് പേജിലോട്ട് നമ്മളെ ബ്ലോഗിൽ നിന്ന് ഒരു ഇൻറ്റേർണൽ ലിങ്ക് അങ്ങ് കൊടുക്കും. ഓക്കെ, ആ ഒരു ഇൻറ്റേർണൽ ലിങ്ക് കൊടുക്കുന്നത് ത്രൂ നമ്മുടെ വെബ്സൈറ്റ് ഇൻഡെക്സ് ആവാനുള്ള, അല്ലെങ്കിൽ നമ്മുടെ ടാർഗറ്റിംഗ് പേജ് ഇൻഡെക്സ് ആവാനുള്ള ഒരു പോസിബിലിറ്റി ഭയങ്കര ഹൈ ആണ്. ഓക്കെ, അപ്പോൾ നമുക്കതുപോലെ ഒരുപാട് ബെനിഫിറ്റ്സ് ഈ ഒരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യുന്ന ത്രൂ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ വെബ്സൈറ്റ് എപ്പോഴും ഫ്രഷ് ആയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വെബ്സൈറ്റിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് നമുക്ക് എപ്പോഴും കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും ഈ ഒരു ബ്ലോഗ് ത്രൂ. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ എനിക്കൊരു നിഷയുണ്ട്. ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഇൻ കാലിക്കറ്റ് എന്നുള്ളത് എൻ്റെ ഒരു ടാർഗറ്റിംഗ് പേജാണ്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ എൻ്റെ വെബ്സൈറ്റിൽ പറയുന്നുണ്ടാവുക. പക്ഷേ എൻ്റെ ടാർഗറ്റിംഗ് പേജിൽ എനിക്ക് പറയാൻ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടാവും. കാരണം ഞാനത് എസ് യുക്ക് വേണ്ടി ചെയ്തു വെച്ച പേജാണ്. സോ എനിക്കതിൽ കൂടുതൽ അങ്ങ് ഇൻഫോർമേറ്റീവായിട്ട് പറയാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഞാനെന്ത് ചെയ്യും, കുറേ ഇൻഫോർമേറ്റീവ് കണ്ടൻറ്റ് ബ്ലോഗ് ത്രൂ ഞാൻ എൻ്റെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യും. അതും എനിക്കൊരു ബെനിഫിറ്റാണ്. കാരണം എന്താ, ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള കണ്ടൻറ്റാണ് ഞാൻ അപ്പോഴും കൊടുത്തിട്ടുള്ളത് എൻ്റെ വെബ്സൈറ്റിൽ. ഗൂഗിളിൻ്റെ ക്രോളേഴ്സ് എൻ്റെ വെബ്സൈറ്റ് ക്രോൾ ചെയ്യുമ്പോൾ, നമ്മുടെ ബ്ലോഗ് ക്രോൾ ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ നമ്മൾ ലാൻഡിംഗ് പേജ് ക്രോൾ ചെയ്യുമ്പോൾ ക്രോളേഴ്സിന് മനസ്സിലാവും, ഓക്കെ ഇതിൽ കംപ്ലീറ്റ്ലി റെലവൻ്റ് ആയിട്ടുള്ള കണ്ടൻറ്റുള്ള വെബ്സൈറ്റാണ്. അതുപോലെ തന്നെ ഒരുപാട് ഫ്രഷ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് ഗൂഗിളിലെ ക്രോളേഴ്സിന് മനസ്സിലാവും. അത് നമുക്കൊരു ബെനിഫിറ്റാണ്. ബ്ലോഗ് ത്രൂ നമുക്ക് ഇത്രയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് എസ് യുവിലെ റാങ്കിങ്ങിൽ ആ ഒരു ഹൈക്ക് നമുക്ക് എന്തായാലും അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് ബേസായിട്ട് ഈ ഒരു ബ്ലോഗ് കൊണ്ട് നമുക്ക് കിട്ടുന്നൊരു ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇതൊന്നും കൂടാതെ തന്നെ നമുക്ക് ഇൻഫോർമേറ്റീവ് കണ്ടൻറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ബ്ലോഗ് റാങ്ക് ചെയ്യിക്കാൻ വേണ്ടി പറ്റും. എന്ന് വെച്ചാൽ ബ്ലോഗ് നമുക്ക് ഗൂഗിളിൽ റാങ്ക് ചെയ്യിക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നമ്മൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടാവും, വാട്ട് ഈസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് ചോദിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ വൈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് ചോദിക്കുന്നവരുണ്ടാവും. നമ്മളൊരു ടാർഗറ്റിംഗ് പേജിൽ ഡയറക്റ്റ് നമ്മളത് ചെയ്യുന്നുണ്ടാവില്ല. കാരണം എന്താ, നമുക്കൊരു പെർട്ടിക്കുലർ ഓഡിയൻസിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ ഒരു കീവേഡ് കിട്ടണം. ആ ഒരു കീവേഡ് നമുക്ക് ടാർഗറ്റിംഗ് കീവേഡ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ഈ ഒരു വൈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ വാട്ട് ഈസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളതെല്ലാം ആ ഒരു ഇൻഫർമേഷൻസ് അറിയാൻ വേണ്ടിയിട്ട് ഗൂഗിൾ ടൈപ്പ് ചെയ്യുന്ന വരാം. നമ്മൾ ഈ ഒരു ബ്ലോഗ് ത്രൂ ആ ഒരു ഇൻഫർമേഷൻസ് അവർക്ക് പാസ് ചെയ്യുമ്പോൾ, നമ്മൾ ആ ഒരു ബ്ലോഗ് ത്രൂ യൂസർ നമ്മുടെ വെബ്സൈറ്റിലോട്ട് വരുമ്പോൾ അവിടെ നമ്മുടെ വെബ്സൈറ്റിന് അല്ലെങ്കിൽ SEO പരമായിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ നമുക്കൊരു ബെനിഫിറ്റ് ഉണ്ട്. കാരണം അവിടെ നമ്മളെ ക്ലിക്ക് കൂടും, നമ്മുടെ ഇംപ്രഷൻസ് കൂടും. അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ ആ ഒരു യൂസർ എൻഗേജ് ആവുന്ന ആ ഒരു സമയത്തിൻ്റെ ആ ഒരു ലെങ്ത് കൂടും. അതെല്ലാം നമ്മുടെ SEOക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ നമ്മൾ മാക്സിമം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ബ്ലോഗ്സ് നമ്മുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ആക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ നമ്മൾ മാക്സിമം ഫ്രഷ് ആയിട്ടുള്ള കണ്ടൻറ്റ് നമ്മുടെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ആക്കാൻ വേണ്ടി നോക്കുക. അത് ത്രൂ നമുക്ക് എന്തായാലും SEOയിൽ ഹൈ